നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ യാത്രയിലായിരുന്നു. കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കാറിലാണ് പോയത്. പക്ഷേ ഈ പോയപ്പോൾ വളരെ അധികം ക്രൂരത റോഡ് നീളെ കാണാനിടയായി. അതിഭയങ്കരമായിട്ടുള്ള ക്രൂരത. എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും പിണറായി വിജയൻ്റെ ഹോർഡിങ്ങുകൾ ഉയർന്നിരിക്കുകയാണ്. അതൊന്നൊന്നുമല്ല, 100 മീറ്ററിനകത്ത് 4ഉം 5ഉം ഹോർഡിങ്ങുകൾ കണ്ട സ്ഥലങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പണമൊക്കെ ഇവിടെ നിന്നാണ്. സാധാരണക്കാരുടെ നികുതി പണമാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാഹനം ഓടിച്ച് കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2000-3000 രൂപയുടെ പെറ്റി കിട്ടും. കാരണം റോഡ് നീളെ ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ്. ഓവർ സ്പീഡല്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് പതിയെ മാത്രമേ പോകാൻ കഴിയൂ. അപ്പോൾ സമയം നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഒരു നല്ല റോഡെത്തുമ്പോൾ ഒരല്പം സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഉടനെ പെറ്റിയാണ്. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുള്ള ഫൈനുകൾ ഈടാക്കാറുണ്ട് നമ്മളെ. എന്നിട്ട് അതുപോലുള്ള പണങ്ങൾ ഇവിടുത്തെ ഭിക്ഷക്കാരനും ഓട്ടോറിക്ഷക്കാരനും കെട്ടിട നിർമ്മാണ തൊഴിലാളിയും മീൻ വിൽപ്പനക്കാരനും ചുമട്ടുകാരനും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണമുണ്ടല്ലോ, പൊതുഖജനാവിലേക്ക് തള്ളുന്ന പണം. ആ പണം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പിണറായി വിജയൻ്റെ മുഖം പതിച്ച ഹോർഡിങ്ങുകൾ ഈ കേരളത്തിൻ്റെ റോഡുകളിൽ ഇരുവശങ്ങളിലും വെച്ചിരിക്കുന്നത്. ശരി, വെച്ചോട്ടെ. ഒരു ജംഗ്ഷനിൽ ഒരു വലിയ ബോർഡോ അല്ലെങ്കിൽ ഒരു 5-10 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ബോർഡോ വെച്ചോട്ടെ. നമുക്ക് ആർക്കും തർക്കമില്ല. ചെയ്തോട്ടെ, കൊണ്ടുപൊക്കോട്ടെ. കാരണം കമ്മ്യൂണിസം അവസാനിക്കാൻ പോവുകയാണല്ലോ. ചെയ്തോട്ടെ. പക്ഷേ ഈ ഒരു 100 മീറ്റർ, 150 മീറ്റർ, 200 മീറ്ററിനകത്ത് ഇത്തരത്തിൽ ഹോർഡിങ്ങുകൾ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണത് സഹിക്കാൻ കഴിയുന്നത്? ഇയാൾ കാണിക്കുന്ന ഒരു ദുഷ്ടതരമല്ലേ അത്? ഇവിടെ ക്ഷേമ പെൻഷനുകളില്ല. ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തൊഴിലാളി ക്ഷേമ പെൻഷനുകളില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. മാസങ്ങളായി, 26-28 മാസങ്ങളായി അവർക്ക് കിട്ടുന്നില്ല. കേരളത്തിലെ ആരോഗ്യരംഗം ആ അവസ്ഥയിലാണ്. പൊതുഖജനാവ് കാലിയാണ്. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിക്കഴിഞ്ഞു. ദൂർത്തടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, പിണറായി വിജയൻ്റെ അഭിമുഖം മോഹൻലാലുമായി നടത്തിയതിന് 11.5 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കി എന്ന് വിവരാവകാശ രേഖ വഴി ഉള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇയാൾ കാണിക്കുന്നത് ദുഷ്ടത്തരമല്ലേ? പിണറായി വിജയനല്ല കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഇവരൊന്നും ഇത്തരത്തിൽ ദൂർത്ത് കാണിച്ചവരല്ല. ഇവിടെ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഴിമതികൾ നടത്തിയിട്ടുണ്ട് അവർ. പക്ഷേ ഇത്തരത്തിലൊരു കൊള്ള, ഇതിനെ അഴിമതി എന്ന് പോലും പറയാൻ കഴിയില്ല. കുടുംബമടക്കം മകളൊക്കെ കാണിച്ചു കണ്ടില്ലേ, ഒരു മാസപ്പടി കേസ്. അത് തന്നെ എത്രയോ തവണ ദില്ലി ഹൈക്കോടതി നീട്ടിവെച്ചു. എത്ര കോടി രൂപയാണ് മാസപ്പടി ആയിട്ട് കൈപ്പറ്റിയത്? അപ്പോൾ ഇതൊന്നും പിണറായി വിജയനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ എന്തും ചെയ്യും. എന്നിട്ട് ഈ കൈകൾ ശുദ്ധമാണ്. പച്ചക്കള്ളം പറയുന്നതിന് ഇയാൾക്ക് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം എൻ്റേത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മളിവിടുന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇനി 2 വശങ്ങളിലും ഇതുപോലെ ഹോർഡിങ്ങുകൾ വെക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇത് മുണ്ടയിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല, ഇത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ പണമാണ്. ആ പണം എടുത്തിട്ടാണ് ഇയാളുടെ ഈ തിരുമോന്ത 2 സൈഡിലും പതിപ്പിച്ചുള്ള ഹോർഡിങ്ങുകൾ വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത വർഷങ്ങളാണ്. ഒരു ഭരണകാലമാണ്. 2016 മുതൽ 2021 വരെ ഒരു വിധം സഹിക്കാം. കാരണം കോവിഡായിരുന്നു, അതുകൊണ്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ പ്രളയങ്ങളുണ്ടായി, അതൊക്കെ പോട്ടെ. പക്ഷേ 2021 ശേഷമുള്ള 26 വരെയുള്ള 5 വർഷക്കാലം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയില്ല. പോലീസിനെയൊക്കെ കൊണ്ടൊക്കെ വിമർശിക്കുന്നവരെയും അവരുടെ അഴിമതികൾ തുറന്നു കാണിക്കുന്നവരെയും ഒക്കെ വേട്ടയാടുകയാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ എന്തുമാത്രം ധൂർത്താണ് നടത്തിയത്. വിദേശത്തും സ്വദേശത്തും കുടുംബമടക്കം നടത്തിയ ധൂർത്തുകൾ, വിദേശ സർക്യൂട്ടുകൾ, മകളും ചെറുമകനും ഭാര്യയുമായി നടത്തിയ വിദേശ സർക്യൂട്ടുകൾ. ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടക ഇട്ടിട്ടുണ്ട്. അതിന് മാസം 85 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. 3 വർഷത്തേക്കാണ് കരാറ്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1 വർഷത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വാടക എടുത്തതിന് 22.5 കോടിയാണ് ചിലവഴിച്ചത്. ഇങ്ങനെ എത്രയോ കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ധൂർത്തടിച്ചിട്ടാണ് കേരളത്തെ കടക്കണിയിലാക്കിയിട്ട് വീണ്ടും 3ാമതും അധികാരത്തിൽ വരാൻ വേണ്ടി ഉളുപ്പില്ലാതെ ചെന്ന് നിൽക്കുന്നത്. അതൊക്കെ ചെയ്തോട്ടെ. കാരണം രാഷ്ട്രീയക്കാരാണ് അവർ. അഴിമതിയൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇനി എത്ര വേന്ദ്രനായിരുന്നാലും ജനങ്ങൾ സഹിച്ചു എന്ന് വരില്ല. ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന രാജ്യങ്ങളുടെ എല്ലാ ഭരണാധികാരികളുടെ അവസ്ഥ നമുക്കറിയാം. അവർ എങ്ങനെയാണ് ജനങ്ങൾ അവസാനം കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ പിണറായി വിജയൻ ഇത്രയും ദിവസം ധാർഷ്ട്യത്തോടു കൂടി നടന്നു. അയാളുടെ ഉള്ളിലെ ആ ഒരു ധാർഷ്ട്യം അത് എങ്ങനെ അടക്കി വെച്ചാലും അത് പുറത്ത് ചാടും. അതാണിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. ഈ പച്ചക്കള്ളം പറയുന്നത് എങ്ങനെയാണ്?
നമ്മൾ ഒരു വ്യക്തിയോടോ 2 വ്യക്തിയോടോ 100 വ്യക്തികൾ ഇരിക്കുന്ന ഒരു സദസ്സിലോ അല്ല പറയുന്നത്, മാധ്യമങ്ങളുടെ മുന്നിലാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് പച്ചക്കള്ളം പടച്ചുവിടുന്നത്. ഒരു കള്ളം പറഞ്ഞതിന് ശേഷം, ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിനെ നിഷേധിക്കാൻ യാതൊരു മടിയും ഉളുപ്പും ഇല്ല. കള്ളത്തരങ്ങളും അഴിമതികളും ചെയ്തു കൂട്ടിയിട്ട് അതിനെ മറയ്ക്കാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ യാതൊരു ഉളുപ്പുമില്ല പിണറായി വിജയന്. 3ാം വട്ടവും അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇത് കേരളത്തിൻ്റെ സർവ്വനാശത്തിലേക്ക് ഈ ഭരണം കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട് ഇങ്ങനെയാവാൻ, നമ്മുടെ സമൂഹം ഇങ്ങനെയാകാൻ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും, പോണ്ടിച്ചേരിയിലൊക്കെയാണ് മുമ്പ് ആ കാഴ്ച കണ്ടിട്ടുള്ളത്, മദ്യപിച്ച് മതോന്മത്തരായിട്ട് ലക്ക് കെട്ട് റോഡ് സൈഡിലും അതുപോലെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടക്കുന്നവരുണ്ട്. അത്രയ്ക്കാണ് മദ്യത്തിൻ്റെ ഒഴുക്ക് കേരളത്തിൽ, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇതൊക്കെ കൂടി. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരിക്കലും ഒരു സാമ്പത്തികം ഒരുവിധം അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന, ജീവിത നിലവാരം മെച്ചപ്പെട്ട ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരില്ല. അവർക്ക് എന്തായാലും ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാകും. കോൺഗ്രസോ BJPയോ ലീഗോ അങ്ങനെ പല രാഷ്ട്രീയ ചായ്വ് ചിലർക്കൊക്കെ ഉണ്ടാകും. ചിലർ അവരുടെ ജീവിതം നോക്കി പോകും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരം ജീവിത നിലവാരം മെച്ചപ്പെട്ട ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കില്ല. കാരണം അത് ഏറ്റവും നന്നായി അറിയാവുന്നത് ഇതിൻ്റെ ആൾക്കാർക്ക് തന്നെയാണ്, ഈ നേതാക്കന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു നാട്ടിൽ വികസനം വരാനോ ഒരു നാട്ടിലെ പൗരൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടാനോ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ 120ഓളം തൊഴിൽ സ്ഥാപനങ്ങൾ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചെങ്കോണകം കുത്തിപ്പൊട്ടിച്ചത്. 120 എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ഒരു തൊഴിൽ സ്ഥാപനങ്ങളും അവർ പൂട്ടിച്ചിട്ടില്ല. അവിടെ തൊഴിലാളി തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ കൂത്താടി ഒരിക്കലും ശുദ്ധജലത്തിൽ വളരില്ല, അത് മലിനജലത്തിൽ മാത്രമേ വളരൂ. അതുപോലെയാണ് കമ്മ്യൂണിസവും. അവിടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ട വികസനമുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും കമ്മ്യൂണിസം നിലനിൽക്കില്ല. അവിടെ ഒരു പട്ടിണിയും ദാരിദ്ര്യവും കെടുകാര്യസ്ഥതയും വർഗീയതയും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ, ഒരു നാട്ടിൽ മാത്രമേ കമ്മ്യൂണിസം നിലനിൽക്കൂ. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന വർഗീയത പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. മുമ്പ് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ നോക്കി, പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായി, അവർക്ക് ചിന്താശേഷിയുണ്ട്, അവരെന്തായാലും ആ വലയിൽ വീണില്ല. പിന്നെയുള്ളത് ഈ പറയുന്ന സാധാരണക്കാരായ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നിർത്തുന്നത്. അവരിൽ വർഗീയത കുത്തിവെച്ച് ജന്മിത്വവും മറ്റതും മറിച്ചതും ഹിന്ദുത്വവും ഒക്കെ കുത്തിക്കയറ്റി അവരെ ഈ കൂടെ നിർത്തിയാണ് ഇപ്പോൾ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. അവർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഈ വേടനെ പോലെയുള്ളവരെയൊക്കെ ആദരിക്കുന്നതും, പാർട്ടി ഈ 2 പീഡനക്കേസിലെ പ്രതിയായിട്ടും വേടനെ പോലെയുള്ളവരെ ആദരിക്കുന്നതും, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുക്കുന്നതും, മന്ത്രിമാരുമായി വേദി പങ്കിടുന്നതും, സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പരിപാടി അവതരിപ്പിക്കുന്നതുമൊക്കെ. അപ്പോൾ എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കണം, ഇനി ഒരിക്കൽ കൂടി CPM അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നിലനിൽപ്പില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.